ഹലോ, വെൽക്കം ടു മൈ ചാനൽ കൗസർ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് പയ്യന്നൂർക്ക് പോകാനുള്ളത്. പിന്നെ കഴിഞ്ഞിട്ടുള്ളത് കാസർഗോഡ് മൂത്രത്തിൻ്റെ ഇതിലേക്ക് പോകണമെങ്കിൽ പൈസ കൊടുക്കണം. ചേഞ്ച് ഉണ്ടാവട്ടെ അറിയാലോ. ഒരു മൂത്രത്തിന് അപ്പോൾ ചേഞ്ച് കിട്ടുന്നുണ്ട്. ചേഞ്ച് കിട്ടാതാണ് 5 റുപ്യ തന്നെ. ബാക്കി മൂത്രം ഇനെന്താ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് കാര്യമില്ല. എൻ്റെ ട്രെയിനില്ല. അതിന് 1:30 അത് 3:30 എത്തുന്നതാണ്. 3:30 അപ്പോയിൻമെൻ്റ് ഉള്ളത്. എന്തായാലും KSRTC ഉണ്ടാവും പയ്യന്നൂർക്ക്. അപ്പം അതിന് നോക്കാം. ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പോയി ഇന്നത്തത്. മാംഗ്ലൂർ ബസ്സുണ്ട്. മാംഗ്ലൂറുണ്ട്, ഇനി സുള്ളിയത്തുണ്ട്, അടക്ക് പുത്തൂറുമുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി തന്നെ പയ്യന്നൂർ ബസ്സില്ല അങ്ങനെ തീർന്നു. ഇതടക്ക് ഇത് പുത്തൂർ. എന്താ ഡയറക്റ്റ് പോയിട്ട് ചോദിക്കാം. ഡിപ്പൽ എന്താ അവിടെ പോയിട്ട് ചോദിക്കുന്നുണ്ട്. കൗണ്ടർ അവിടെ എന്നെ പോയിട്ട് ചോദിക്കുന്നു. അല്ല ട്രെയിനല്ല, ബസ് ഉണ്ട്. വണ്ടി വരാനുണ്ട്. അവിടെ ചെറുപ്പളൊക്കെ ഭയങ്കര ബ്ലോക്ക്. എത്ര മണിക്ക് ടൈം? പോകേണ്ട സമയം കഴിഞ്ഞു. എത്ര മണിക്കൂറുണ്ട് പോകാൻ? എടുത്ത് 1:45 മണിക്കൂർ. 1:45 ഉണ്ടാവില്ല. ബസ് വരുമല്ലോ. അപ്പോൾ ബസ് ഉണ്ട്. എന്തായാലും ബസ് വന്നില്ല. ബസ് വന്നെങ്കിൽ 1:45 മണിക്കൂർ, 2 മണിക്കൂർ ഉണ്ടാവും. അതായത് ബ്ലോക്കിലെത്തുമ്പോൾ 1 മണി 2, 3 ശരി കിട്ടും. ഇല്ലെങ്കിൽ ഇന്നത്തത് മൂഞ്ചി. കുറേ ആൾ വെയിറ്റിങ്ങിലെല്ലാം ഉണ്ട്. എല്ലാവരും പയ്യന്നൂർക്ക് അറിയാല. എല്ലാവരും ഉണ്ട് പയ്യന്നൂർ ഡെയിലി. അല്ല, ഇതണക്ക് കിട്ടേണ്ടത് തന്നെ. 11:45 ട്രെയിൻ ഉണ്ടല്ലേ. 10:30 കഴിഞ്ഞത്. അത് നമ്മളെ ബ്ലോക്ക് അറിഞ്ഞിട്ടും എപ്പോഴും ആ ബ്ലോക്കൊക്കെ നിന്നിട്ടും ഞാൻ ലേറ്റായത് എൻ്റെ തെറ്റന്നെ. ഇതണക്ക് ഒരു ഇത് തന്നെ. എന്ത് പാടം എനിക്കല്ല. ആരും പോകുന്നവർ കൊണ്ടുപോകും. ആർക്കായിരുന്നു ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇറങ്ങാം. അത്ര തന്നെ. എനിയിപ്പോൾ ഇനി ബസ്സിലും അതിൽ എത്തുമ്പോൾ കിട്ടിയും കിട്ടി. അത്ര തന്നെ. ഞാൻ അതിലേക്ക് തന്നെ ശല്യം നിന്നെ വിളിച്ചുകൊണ്ട് വരാത്ത അതിലേക്ക് തന്നെ ടൈമിങ്ങിന് ബാഞ്ചലി ശല്യുണ്ടല്ലേ. ശല്യം വരുന്നതാണ്. എടുക്കുക ഇത് കീയുമ്പോൾ തന്നെ ആവും ടൈം. 3 മണിക്കൂർ മോന്തിക്കെത്തും. ഞാനങ്ങനെ അവൾ ആൾക്കിരിയെ വന്നത്. എല്ലാം കൂട്ടിക്കൊണ്ട് വരട്ടി. ബസ് വരുന്നുണ്ട് കണ്ണൂർക്കുള്ളത്. എന്തായാലും കണ്ണൂർ ഫാസ്റ്റ് പോകുന്നുണ്ടാവും. ഇപ്പോൾ എന്തായാലും പോകുന്നതല്ലോ. ഒരു വെള്ളം വെച്ചോളാം കയ്യിൽ. ആവശ്യമുള്ളത് തന്നെ തണ്ണി. കേട്ടോ, ഒരു വെള്ളം എത്ര? വെള്ളം മാത്രമല്ല, ഒരു ലൈസും എടുക്കാം. 5 റുപ്യേൻ്റെ ലൈസ് എല്ലാം തീർന്നത്. ഇപ്പം എന്ത് 10 റുപ്യ ഉള്ളതാ. ലൈസ് എടുക്കുമ്പോൾ എന്തായാലും ഓറഞ്ച് തന്നെ ബെസ്റ്റ്. ഓറഞ്ച് ലൈസ് തന്നെ ടേസ്റ്റ് എല്ലാം ഉള്ളത് അല്ലേ. അണക്ക് ഓറഞ്ച് ഇഷ്ടം. 5 തന്നെ ആവും 2 ലൈസാ. ഓറഞ്ച് തന്നെ ഉണ്ട്. ലൈസ് ഉണ്ട്. 5 റുപ്യക്കും വരുന്ന ലൈസ്. അപ്പോൾ ഉണ്ട്, നിപ്പിച്ചിട്ടില്ല. 2 ബസ്സിന് നോക്കിയെങ്കിൽ 2 ബസ്സും പോയി. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് കയറുന്നു. അതാട്ടെ എത്തി. എന്തായാലും ബസ് ഇത് തന്നെ പോകുന്നു. കയറി ബസ് സ്റ്റാർട്ട്. എന്തായാലും എത്തും ഇത്. വിട്ട് ഞാൻ കറക്റ്റ് ടൈമിൽ 1 മണിക്ക് തന്നെ. ഇത് ഫസ്റ്റ് സ്റ്റോപ്പ് പെരിയാൻ ചെല്ലുമ്പോൾ നമുക്ക് കൃപേഷിൻ്റെയും 2 ആളല്ലേ സ്മരണം ഉള്ളത്. കാസർഗോഡ് നിന്ന് പയ്യന്നൂർക്ക് ബസ് ടിക്കറ്റ് വരുന്നത് 24 റുപ്യ. മണി 2 കാഞ്ഞങ്ങാട് എത്തിയില്ല. ഇനി പയ്യന്നൂർ എത്തുമോ എനിക്ക് കിട്ടുമോ? കിട്ടിയത് പിന്നെ എന്തില്ല ഉണ്ടാക്കുന്നത്. ലൈസ് എടുത്ത് വെച്ചിരുന്നു പാട്ടൊന്നും അതിൻ്റെ അകത്ത് നിന്നില്ല. ലൈസ്
എല്ലാം കൊണ്ടുവന്നിനി. പിന്നെ അവിടെ കത്തിനാകുമ്പോൾ അത് മറന്നു ഇത് മറന്നില്ല. SLC സർട്ടിഫിക്കറ്റ്. അപ്പോൾ ആ SLCയിൽ എൻ്റെ വീട് നോക്കി SLCയിലുണ്ടായിരുന്നു കിടാവാനുണ്ടായി. ഈ 5 രൂപേൻ്റെ പാക്കറ്റ് ലൈസിലില്ലേ, എത്ര ലൈസ് പീസ് അല്ല എത്ര ചിപ്സ് ഉണ്ടാവും അത് നോക്കാം. നമ്മൾ എപ്പോഴും എടുക്കാൻ തിന്നുന്നു ചിപ്സ് എല്ലാം എണ്ണലില്ല. എന്താ തിരക്കില്ല, ഇത് ഫ്രീ ഉണ്ട്. ബസ്സിലെന്ത് പണിയില്ല ഉണ്ടാതിരുന്നിട്ടുള്ളത് പാട്ട് ഷോ കൊടുത്തോണ്ട്. അപ്പോൾ നോക്കാം എണ്ണ പൊട്ടുന്നില്ല. പൊട്ടി ലൈസ് കുറേ ഉണ്ട്. ആയിരിക്കില്ല 4 ലൈസും അല്ല 4 ചിപ്സ് ആയിട്ട് 1 2 കുറേ ഉണ്ട്. കുറേ ഉണ്ട്. ലൈസ് എന്തോ ഒരു ടേസ്റ്റ് തന്നെ. പിള്ളേർ വണ്ടിയല്ല തിന്നോണ്ടിരിക്കുന്നില്ല ലൈസില്ലേ, ഭയങ്കര ടേസ്റ്റാണ് കൊണ്ടുവന്ന്. അങ്ങനെ കാഞ്ഞങ്ങാട് എത്തി. കാഞ്ഞങ്ങാടും ആയോ ടൈം അതിനുണ്ട് 1.5 മണിക്കൂറുണ്ട്. പിന്നെ നമ്മൾ ഈ KSRTCയിൽ ബോംബെയിലെ നമുക്ക് ഈ KSRTCയിൽ ഇരുന്നിട്ടാകുമ്പോൾ എന്ത് തോന്നുന്നറിയോ, ബസ് ഒന്ന് പെട്ടെന്ന് പോയി മതിയെ ഫാസ്റ്റ് പോട്ട് കഴിഞ്ഞത്ര സ്പീഡ് പോട്ടും. നമ്മൾ ഇതേ സ്ഥാനത്തില്ലേ ഈ KSRTCൻ്റെ ബാക്കിലുണ്ടെങ്കിലേ, കാറിൻ്റെ ബാക്കിൽ നിന്ന് അല്ല KSRTCൻ്റെ ബാക്കിൽ നമ്മൾ ഒരു കാറുണ്ടെങ്കിലേ നമ്മൾ ഇരിക്കുന്നത് ഈ KSRTC എന്ത് വാടകയ്ക്ക് പോകുന്നു, എന്ത് സ്റ്റാറിൻ്റെ അതെ, ഒരു സൈഡ് തരുന്നില്ല എന്തില്ല, അങ്ങനെയുണ്ട്. പിന്നെ ബസ്സിലിരുന്നിട്ടാകുമ്പോൾ നമുക്ക് കുണ്ട് കിട്ടിട്ടേങ്ങ ഒന്ന് എത്തിച്ചാൽ മതി, ഫാസ്റ്റ് പോയിട്ട് വരിക. അല്ല സൈഡ് തന്നിട്ടില്ല അങ്ങ് ആർക്ക് കൊടുക്കാൻ വേണ്ട, ഈ ബസ് ഒന്ന് എത്തിയാൽ മതി. അങ്ങനെ നല്ല ഡ്രൈവർ അടിപൊളി, ഫാസ്റ്റ് പോകുന്നുണ്ട്. നമ്മളിപ്പോൾ ഇല്ലേ റോഡെല്ലാം ഭയങ്കര ക്ലീനായി, റോഡ് സൈഡെല്ലാം. മുമ്പെല്ലാം അങ്ങനെയല്ല, കച്ചറെല്ലാം എറിഞ്ഞ പോലുണ്ടായി. അതുകൊണ്ട് ഈ ലൈസിൻ്റെ കവർ ഞാനിപ്പോൾ ബസ്സൊന്നും എറിയുന്നില്ല, താഴേക്ക് എറിയുന്നില്ല. എന്തായാലും കൊണ്ടുപോയിട്ട് ഓടം കച്ചറട്ടപ്പോൾ തന്നെ ഇടാം. ഇതെല്ലാം നമ്മൾ തിന്നൊന്നും ഇങ്ങനെ എറിയുന്നു. ഇത്ര നീറ്റായിട്ട് കാണുമ്പോൾ ഒരു വൃത്തിയാവും. നമ്മൾ അതിൻ്റെ കച്ചറാക്കുന്നത് അതിന് ആരും എറിയാൻ വേണ്ട ആവശ്യമില്ല. റോഡ് സൈഡല്ല, ഇപ്പോൾ റോഡെല്ലാം നല്ല ക്ലീനായിട്ട് നീറ്റായിട്ട് കാണും നമ്മൾ റോഡെല്ലാം. പിന്നെ എന്താ മോശമില്ല, എൻ്റെ ഒരു കവറെല്ലാം ചെറിയ അതിൽ പിടിച്ചോളൂ, നല്ല ബാഗ് കിട്ടുള്ളൂ. അതിന് ബാഗ് കിട്ടിയേ വെച്ചിന് ബസ് ഇനി അവിടെ സബ്ബില്ലാണ്ടിരിക്കല. ഞാൻ എന്താ പറയുക, എന്തായാലും ഒറ്റക്ക് വരുന്നില്ല ഭയങ്കര. അപ്പോൾ ശല്യനെ കൊണ്ടുവരാൻ അഞ്ഞിട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ കൊണ്ടുവരാതെ തന്നെ എന്താ പറയുക, ഇപ്പം ഞാൻ എൻ്റെ കാറനായിട്ടുണ്ട് ഇവിടെ എത്തിയിട്ടുള്ളൂ. എൻ്റെ കാറോട് ഞാൻ ബസ്സിൻ്റെ ബാക്കിലായിട്ടുള്ളത്. പിന്നെ ഓക്ക് പിന്നെ തന്നെ ഉണ്ടാവും കാർത്ത തന്നെ. അപ്പോൾ രണ്ടാളും കാറ് എങ്ങനെയുണ്ടാവും, അതിന് ഞാൻ കൊണ്ടുവരാത്തത്. പയ്യൊന്ന് ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിയിട്ട് ഹോട്ടലിൽ പോകണം, പാസ്പോർട്ട് ഓഫീസിൽ ടൈമിംഗ് ആയിക്കോട്ട് വന്ന് 3:25 5 മിനിറ്റ് ഉണ്ടോ. അപ്പോൾ കിട്ടും, എന്തായാലും എത്തും. എന്തായാലും എന്താ കറക്റ്റ് 3:30 എത്തിന്. 3:30 എത്തിന് അതിൻ്റെ ഉള്ളിൽ പോയി 5 മിനിറ്റിൻ്റെ വണ്ടി തന്നെ അതിൻ്റെ ഉള്ളിൽ. നമ്മൾ ഫില്ലപ്പ് എല്ലാം ആക്കിയിട്ട് കൊണ്ടുവരുന്നതല്ലേ, ട്രാവൽസിൽ കൊടുക്കുമ്പോൾ എല്ലാം ഫില്ലപ്പ് ആക്കിയിട്ട് കൊണ്ടുവരുന്നതോട് നമ്മൾ ജസ്റ്റ് ചെക്കാക്കിയാൽ മതി. അപ്പോൾ പാസ്പോർട്ടിൻ്റെ ഓഫീസിൻ്റെ പണിയായി 5 മിനിറ്റ് 10 മിനിറ്റ് ഏറിയായി അതിൻ്റെ ഉള്ളിൽ തീർന്ന്. എന്നിട്ട് നമ്മൾ വരുന്നതിന് മാത്രം നമുക്ക് നല്ല ടൈമിങ്ങും അത് ഇതെല്ലാം അത്ര തന്നെ. അപ്പോൾ അതിന് ഇവിടുന്ന് പോകുന്നു സീത തിരിച്ചിട്ടായി ടൈം റെയിൽവേ സ്റ്റേഷനിൽ പോകണം, എല്ലാം ബസ്. ഓമ്പറിൽ ഫില്ലപ്പ് ആക്കിയിട്ട് കൗണ്ടർ ഫൈനൽ കൗണ്ടർ തീരുന്നുണ്ട്. നീലേശ്വരം ബസ് സ്റ്റാൻഡിലേക്ക് എത്തി. ഞാൻ നേരത്തെ വന്നാൽ ഉച്ചക്ക് ചോറ് കഴിച്ചിട്ടില്ല, ഞാൻ തിന്നോണം. ഞാൻ ഹോട്ടൽ നോക്കണം, ഹോട്ടൽ സീത ബസ് കയറുന്നതിന് ട്രെയിനിന് കാക്കുന്നില്ല. അപ്പോൾ ഓക്കെ അതിൽ ബസ് കയറിയിട്ട് കാണാം, ഫുഡ് കഴിച്ചിട്ട്. ഹോട്ടലിൽ കുറേ കാണുന്നു. അപ്പോൾ നമ്മൾ ഹോട്ടൽ റോയൽ റെസ്റ്റോറൻറ്റ് എൻ്റെ ഒന്ന് കാണാം, എനിക്ക് കയറാം.
ഉണ്ടാകും നോക്കാം. ഫുഡ് ഉണ്ടാവും. ഹോട്ടൽ റോയൽ റെസ്റ്റോറൻറ്റ്. ഹോട്ടലിലേക്ക് എത്തി. ഹോട്ടലിൽ നമ്മൾ നല്ല മസാല ദോശ ചായ പൊറോട്ട ഉണ്ട്. അപ്പോൾ ഞാൻ 2 പൊറോട്ട ചേർന്ന് മസാല ദോശ ഒരു ചായ കഴിച്ച് നോക്കാം. ഞാനപ്പോൾ പറഞ്ഞത് പൊറോട്ടയും ചിക്കൻ കറിയുമാണ്. ഫുഡ് കഴിച്ചിട്ട് ചായക്കും പറഞ്ഞിന്, ഒരു മസാല ദോശക്കും പറഞ്ഞു. അതെല്ലാം കഴിച്ചിട്ടായിട്ടേ ഒരു ബസ് കയറും. അപ്പോൾ ഞാൻ പൊറോട്ടയും ചായക്കാണ് ചെല്ലിയത്. ചിക്കൻ കറിയും പൊറോട്ട കുറേ എടുത്തിട്ടില്ല. അല്ല പിന്നെ ശല്ലും ഉമ്മയും പോലെ 2 ആളല്ലേ, ഉമ്മയും ശല്ലും പോലെ ഉണ്ടാവും. എല്ലാം തിന്നങ്ങ് ഒന്നിച്ചില്ല. അല്ല പാർസലും ഉണ്ടോ ഇങ്ങനെ എല്ലാവരും ഒന്നിച്ചിട്ട് പോകും. സിംഗിളായിട്ട് ഇങ്ങനെ ഹോട്ടലിൽ പോകുമ്പോൾ കുറവും. ഞാൻ പീടിന്ന് ഷോപ്പിൽ നിന്ന് മാത്രമേ പോകുന്നത്. അപ്പം അങ്ങനെ പയ്യന്നൂർന്ന് തിരിച്ചിട്ട് നേരെ ബസ്സിൽ തന്നെ വന്ന് കാസർഗോഡ് നിന്ന്, അല്ല പയ്യന്നൂർന്ന് കാസർഗോഡ് നിന്ന് ഒസങ്കടി. അപ്പോൾ നമ്മളെ കാറ് കൂടെ ഉണ്ട്. കാറിൽ പോവാം. അപ്പോൾ പോകുമ്പോൾ ശല്യം എന്തായാലും കാത്തുകൊണ്ടിരിക്കുന്ന എടുക്കണം. എന്ത് ചിലപ്പോൾ ചെറുതോ എന്തെങ്കിലും. അപ്പോൾ എന്നാലും ഞാൻ പോകുന്നത് ശല്യക്ക് വേണ്ടിയ ഉമ്മക്കും ശല്യക്കുള്ള ഫ്രൂട്ട്സ് മതിയല്ലേ. എന്ത് കിട്ടും നോക്കാം. അവിടെ ഉണ്ടങ്ങ് പെപ്സ് അടുത്തുകൊണ്ട് പോണം. ഹോം സെൻറ്റർ രണ്ടാൾക്കാർ, ഉമ്മക്കും ശല്യനും. അപ്പില്ല. അപ്പം ഉമ്മക്കും ശല്യനും. ശല്യനാണെങ്കിൽ ഡയറി മിൽക്കാവും. അല്ലൊക്കെ നല്ല ചോക്ലേറ്റ് ബോട്ടിലുണ്ട് വേറെ. ഹലോ ഗായ്സ്, അങ്ങനെ ഞാനിപ്പോൾ പുരക്കെത്തി കൊണ്ടുവന്ന് പുരക്കെത്തി. ഇപ്പോൾ ഒരു സഭയ്ക്ക് പോയിന്. അതോടെ ഉണ്ട് പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. അങ്ങനെ ഇരുന്നതാ, അല്ലാണ്ട് വേറെ എന്തൊക്കെയല്ല ഇന്നത്തെ. അമ്മ അടിക്കുന്ന വീടിനാ ചെരുപ്പുണ്ടോ? വന്ന വരുത്തത്തിൽ ചെരുപ്പ് അടിക്കും. ഇനിയല്ല ചെരുപ്പിന് പിന്നെ കാർഡ് ഔട്ട് വെച്ചങ്ങാവാ. എന്തായത് അന്നാണ് കടിയായല്ലേ ചെരുപ്പിന് പോയി. എനില്ലല്ലേ ചെരുപ്പ് അടിയിലില്ലല്ലേ? ചെരുപ്പിനെ കത്തിച്ചിട്ടാണ് ചൊടിച്ചിട്ട് പോയി. എന്ത് ബെർത്ത് വന്നതപ്പോ? ഇല്ല, കഴിഞ്ഞിട്ടായിട്ട് വേണ്ട ഒരു സ്ഥലം. ചെരുപ്പിന്റെ ഉള്ളില് ദുബൈക്ക് പോയിട്ട് വന്ന അതിനാട്ടി അപ്പുറമായി ഇന്ന് പോയത്. ഇന്ന് ബസ്സിൽ തന്നെ ഒന്നെനിക്ക് ഒന്നും മതി. ഇതാണ് ഇത്ര പേര് തങ്ക പോകണ്ടേ. ബസ്സിൽ തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് കൊടുക്കാം കൗസർ. ഓക്കെ അപ്പ നമ്മള കഴിഞ്ഞിട്ട ബയ്യര് എന്ത് ബയ്യ കട്ട് വരും. ഇപ്പോൾ ഇന്നത്തെ ബ്ലോഗ് കഴിഞ്ഞ് ഗൈസ്. കൗസർ ദിവസം ടയേർഡായി. പാലക്കാടല്ല, സോറി പയ്യന്നൂർ. പാലക്കാട് പോയി ഒരു മാസം പയ്യന്നൂർ പോയിട്ട് എന്തായി ടയേർഡായി. അതറിയോ ബസ്സിൽ ഒരുമിച്ച് ചെല്ലുണ്ട്. ബസ്സിൽ എന്തെങ്കിലും ഒരാൾ കേട്ടെന്താ ബാഗ് ഇട്ട് പോകുമ്പോ ഏത് കോളേജിൽ മോനെ പഠിക്കുന്നു അല്ല ഒരാള് കോളേജിൽ പോകുന്നതാ കേട്ടു. ഓക്കെ ഞാനല്ല കമ്പ്യൂട്ടർ ക്ലാസ്സിൽ
അത്രല്ല ഇതായിപ്പോ അതെല്ലാം ഓർമ്മണ്ടാണ്. അപ്പോ കൗസർ ടയേർഡ്. മകരിവും ഇഷാനിസ്കരിക്കാൻ ബാക്കിയുണ്ടായി. അപ്പോ നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ ബൈ.